ഗുഡ് മോർണിംഗ്. ഇന്ന് മുതൽ നമ്മളുടെ അനാലിസിസ് ഡെയിലി അനാലിസിസിൽ ഗോൾഡും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗോൾഡിന്റെ മാർക്കറ്റ് വ്യൂവും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് യൂറോ യു എസ് ഡി, പിന്നെ ഗോൾഡ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ യൂറോ യു എസ് ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഡൗൺ അനാലിസിസ് ആയതുകൊണ്ട് തന്നെ 1 മന്ത് ടൈം ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മന്തിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 1 വീക്ക് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അതൊരു സ്വീപ്പ് ആയിരുന്നു. അതായത് ഒരു പ്രീവിയസ് ഹയർ ഹൈനെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രീവിയസ് ഹയർ ഹൈനെ സ്വീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോട് കൂടിയുള്ള ഒരു നല്ല രീതിയിലുള്ള മാർക്കറ്റ് റിവേഴ്സൽ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ മന്ത്ലി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു, MSS ഉണ്ട്. സോ മോസ്റ്റ് പ്രോബബിലി നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്, ഡൗൺ സൈഡ് വീഴാനുള്ള ഒരു പോസിബിലിറ്റീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ 1 വീക്ക് കഴിഞ്ഞു, 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് നമ്മളുടെ ഒരു സപ്ലൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് എന്തുകൊണ്ട് സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നിന്നാണ്, അതായത് മന്ത്ലി ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് ഫാൾ വന്നു. അഗൈൻ ഈ ഫാർ വാല്യൂ ക്യാപിറ്റൽ മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് ഫാൾ വന്നു. അഗൈൻ മാർക്കറ്റ് സഡൻ ആയിട്ട് അൺമിറ്റിഗേറ്റഡ് ആയിട്ട് ഫാൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ അൺമിറ്റിഗേറ്റഡ് ആണ്, മാർക്കറ്റ് നല്ല രീതിയിൽ ഫാളും ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു 50% റേഞ്ചിലായതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ വന്ന് റിവേഴ്സ് ആവാനുള്ള ഹയർ ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ നമ്മളൊരു ഇൻഡ്യൂസ്മെന്റും കൂടി ഫൈൻഡ് ചെയ്തു. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ആയിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്നും എൻട്രീസ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രീസ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ മാർക്കറ്റ് എവിടെ വരണം എന്നുള്ളതാണ് നമ്മുടെ ആസ് പെർ സ്ട്രക്ചർ പ്രകാരം. നമുക്ക് ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് വരണം. ഓക്കെ, ഈ ഒരു ലോ വരെയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റ് വരേണ്ടത്. പക്ഷെ ഇത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വൺസ് ഒന്ന് താഴോട്ട് വീണെങ്കിലും എഗെയിൻ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ആ ഒരു റേഞ്ചിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് 4 അവർ ടൈം ഫ്രെയിമിൽ നോക്കാം. 4 അവർ ടൈം ഫ്രെയിമിലോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് കഴിഞ്ഞ ഇവിടെ ഒരു 4 അവറിൽ ഇൻഡ്യൂസ് സ്ട്രക്ചർ ജസ്റ്റ് നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു 4 അവർ ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. അതിനുശേഷം ഇവിടെ ഒരു 4 അവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ഫാൾ ചെയ്തു. അഗെയിൻ നമുക്ക് ഇതാ ഈ ഒരു ടാർഗറ്റ് റേഞ്ച് വരെ പോയി. അഗെയിൻ മാർക്കറ്റ് തിരിച്ചു വന്ന് ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ഒരു ലൈഫ് ഫ്രെയിം ഒരു 4 അവറിൽ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് എന്ത് ചെയ്തില്ല, മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് നേരിട്ട് പോയി ബോഡി ക്ലോസ് ആണ് വെച്ചത്. നേരെ പോയിട്ട് ബോഡി ക്ലോസ് ആണ് വെച്ച് സ്വീപ്പ് അല്ല. സോ ഈ ഒരു ഇതിന് ശേഷം ഈ ഒരു ബോഡി ക്ലോസിന് ശേഷമാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് അപ്സൈഡിലോട്ടുള്ള ഒരു മൊമെന്റം കാണിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ കംപ്ലീറ്റ്ലി മാർക്കറ്റ് അപ്സൈഡ് ആണ്, പക്ഷെ കൺഫ്യൂസ്ഡ് ആണ്. എന്തുകൊണ്ട് കൺഫ്യൂസ്ഡ് ആണ്? എവിടെയും ഈ ഒരു ബോഡി ക്ലോസിന് ശേഷം പിന്നെ കൺഫേം ആയിട്ട് അപ്സൈഡിലോട്ട് ഒരു BOS വെച്ചിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും സ്വീപ്പാണ് നടന്നിരിക്കുന്നത് 4 അവർ ടൈം ഫ്രെയിമിൽ. സോ സ്വീപ്പാണ് നമുക്ക് ഇവിടെ മാർക്കറ്റ്. സോ സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല മാർക്കറ്റ് കറക്റ്റ്ലി പോകുന്നത് അപ്സൈഡ് ആണെന്നുള്ള കാര്യത്തിൽ. ഇനി നമുക്കൊരു മാർക്കറ്റിൽ ഡൗൺ സൈഡ് ആന്റിസിപ്പേഷൻ വരുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഫെയിലിയറിലായിരിക്കും. ഓക്കെ, ഇതാണ് സിങ് ലോ എന്ന് വരുന്നത്, ലോവർ ലോ വരുന്നത്. സോ ഈ ഒരു സിങ്ങിന്റെ ലോ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇനി നമുക്ക് എന്തൊരു ആന്റിസിപ്പേഷൻ ഉള്ളത്, ഡൗൺ സൈഡിലോട്ടുള്ള മാർക്കറ്റിന്റെ ഒരു കൺഫർമേഷൻ ഉള്ളത്. ഇതും 4 അവർ സ്വീപ്പാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ആന്റിസിപ്പേഷനും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കറന്റ്ലി മാർക്കറ്റിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ, ഏത് സൈഡിലോട്ട് മാർക്കറ്റ് പോകുന്നുള്ള എക്സാക്ട് വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഒരു അക്യുമുലേഷൻ ഈക്വൽ ഹൈയൊക്കെ ഉള്ള ഒരു അക്യുമുലേഷൻ ഫേസ് കാണാനായിട്ട് പറ്റും. അതിനുശേഷം ഈ അക്യുമുലേഷന് ശേഷമുള്ള മാനിപ്പുലേഷൻ നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം അഗൈൻ മാർക്കറ്റ്
ഈ ഒരു റേഞ്ചിന് മേലെ പോയി ബോഡി ക്ലോസ് അല്ല ബോഡി ക്ലോസ് അല്ലെങ്കിൽ മാർക്കറ്റ് അതിന്റെ മേലെ പോയി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മേ ബി മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഫസ്റ്റ് മാനിപ്പുലേഷൻ ഇവിടെയാണല്ലോ, അത് ഡിസ്ട്രിബ്യൂട്ടും ചെയ്തു. എഗെയിൻ ഇവിടുന്ന് ബൈ കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇതിന്റെ മേലേക്ക് വന്നിരിക്കുന്നത്. സോ മേ ബി ഹയർ ചാൻസസ് ഈസ് മാർക്കറ്റ് ഗോയിങ് ടു അപ്സൈഡ്. മാർക്കറ്റ് മേലെ പോകാനുള്ള സാധ്യതയായിരിക്കും ഹയർ ചാൻസ് എന്നായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന എൻട്രീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാം. ഫസ്റ്റ് ഈ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എൻട്രീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും ഒരു റേഞ്ചിൽ നിന്നും അപ് സൈഡിലോട്ട് എൻട്രീസ് പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റേഞ്ച് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ആ റേഞ്ചിൽ കിട്ടുന്നില്ല. ദെൻ ഇനി നമുക്ക് എടുക്കാൻ പറ്റുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമില് ഇവിടെ സ്വീപ്പ് ആണ്, ഇതൊരിക്കലും ക്ലോസ് അല്ല. സോ ഇതാണ് ഹയർ ഹൈ. ഇത് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വൺസ് ഇത് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റും കൂടിയാണ്. ഓക്കെ, ഇവിടെ ഒരു ഫാവ് ഉണ്ട്, അൺമിറ്റിഗേറ്റഡ് ഫാവ് ഉണ്ട്. ഓൾസോ ഫൈൻ. ഇതാണ് ഹൈ, ഇത് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് വരും. സോറി, ദിസ് ഈസ് ദ ഇൻഡ്യൂസ്മെന്റ് ആയി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു 50% നിന്ന് ഒരു മാജിക്കൽ ലെവലിലോ 50%ലോ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രീസ് പ്ലാൻ ചെയ്യാം. മാജിക്കൽ ലെവൽ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നും എൻട്രീസ് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരു ICT ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ ഇവിടെ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം 1 മിനിറ്റിലോ ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് എൻട്രി അപ്സൈഡിലോട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുവരെയുള്ള ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ റേഞ്ചിന്റെ താഴെ വെക്കാം. ഇതൊരു ചെറിയ ലിക്വിഡിറ്റി കൂടിയാണ്. സോ ഒന്ന് സ്വീപ്പ് ചെയ്യാനൊരു കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് വെക്കാനായിട്ട് പറ്റും. ഇൻ കേസ് മാർക്കറ്റ് ഗോയിങ് ഹയർ സൈഡ്, ഇതിപ്പോ ഇൻഡ്യൂസ്മെന്റ് എടുത്തു, ഇനി എപ്പോ വേണമെങ്കിൽ പോവാം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സിന്റെ ഒരു സോറി 5 മിനിറ്റ്സിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി ഉണ്ട്. സോ റിസ്കി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുമ്പോൾ മുന്നോട്ട് പ്ലാൻ ചെയ്യാന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, മീൻസ് ഇത് ഏത് രീതിയിലാണ് എൻട്രി പ്ലാൻ ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ ഒരു ബ്രീത്ത് ഏരിയ വെച്ചിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. ടാർഗറ്റ് നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സേഫർ ആയിട്ട് ഈ ഒരു സോറി ഇതല്ലല്ലോ, ഇത് വരുമല്ലോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനല്ലേ. ഓക്കെ, ഇത് നമുക്ക് സേഫർ ആയിട്ട് ടാർഗറ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഈ രീതിയിലാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു ആന്റിസിപ്പേഷൻ ലോവർ ടൈം ഫ്രെയിമിൽ ഇന്നത്തെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കുള്ളൂ. വേറെ ഏത് ഏരിയാസും ഇല്ല. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എൻട്രി എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മാനിപ്പുലേഷനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഈ മാനിപ്പുലേഷനേക്കാൾ കൂടുതൽ ഓർഡേഴ്സ് ഇവിടെ ബൈ നടന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും എനിക്ക് മാനിപ്പുലേഷൻ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാൻ. നോർമലി അറിയാലോ, ഇവിടെ അത്ര രീതിയിൽ ബയ്യേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇതിന്റെ മേലേക്ക് അത് ക്ലോസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അതിന് മുന്നേ മാർക്കറ്റ് വീഴേണ്ടതാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇവിടെ നിന്നും മാർക്കറ്റിൽ എന്തെങ്കിലും റിയാക്ഷൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി പ്ലേസ് ചെയ്ത് ടോപ്പ് വരെ ടാർഗറ്റ് ചെയ്യാം. ഇതാണ് എന്റെ യൂറോ USDയിലുള്ള ഇന്നത്തെ ഒരു മാർക്കറ്റിലെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും നമുക്ക് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി. ഇനി നമുക്ക് ഗോൾഡ് കൂടി നോക്കാം. എന്തുകൊണ്ട് ഗോൾഡ് എന്നുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓൾറെഡി അറിയാം, നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഗോൾഡിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതല്ല, യൂറോ USDയിലാണെങ്കിൽ ജസ്റ്റ് 2 എൻട്രീസ് ഉള്ളൂ. നമുക്ക് നോർമലി എൻട്രീസ് വളരെ 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 കുറവാണ്. സോ നമുക്ക് കുറച്ച് എൻട്രീസ് കിട്ടാനും ഒപ്പം തന്നെ ഗോൾഡിൽ ഒരു മൊമെന്റം, ഇനി ഒരു അപ്സൈഡ് ഒരു നല്ല മൊമെന്റം വരുന്നുണ്ട്. സോ അതും നമുക്ക് ക്യാച്ച് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അത് ഗോൾഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫൈൻ. ഇപ്പോ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ 2 മന്ത്സ് ആയിട്ട് ഒരു ഇൻഡ്യൂസ്മെന്റ്, സോറി ലാസ്റ്റ് മന്ത് ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്. കറന്റ് മന്തിൽ ഇനി ഒരു 18 ഡേയ്സും കൂടി ഉണ്ട് പെൻഡിങ്. ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെന്റ് റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ ഹൈ പ്രോബബിലിറ്റി മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്നുള്ളതാണ് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഉള്ളത്. ഫൈൻ. ഓക്കെ, ഇത് 1 മന്ത് ടൈം ഫ്രെയിം ആണ്. ഇവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും നോക്കാനായിട്ടില്ല. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് മാത്രമാണ് നടന്നിരിക്കുന്നത്. നമുക്ക് 1 വീക്ക് ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ഒരു
സോറി, മേജർ ആയിട്ടൊരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആണ്, വീക്ക്ലി ഇൻഡ്യൂസ്മെന്റ് ആണ്. ഇത് എന്തുകൊണ്ട് ഇൻഡ്യൂസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് അഗൈൻ ഹയർ ഹൈയിലോട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ ഹയർ ഹൈ ഉണ്ടാവുക. ഇത് ലാസ്റ്റ് ഉള്ള പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ചെയ്തതല്ലാതെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പുൾ ബാക്ക് എന്നിട്ട് അപ് സൈഡിലോട്ട് പോകാനുള്ളൊരു മൊമെന്റം പോലെ നമുക്ക് ഇവിടെ ഫീലും ചെയ്യുന്നുണ്ട്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ. ഇനി നമുക്കിതൊരു 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് മാറ്റാം. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചോളം മാർക്കറ്റ് ഈ സ്വീപ്പിന് ശേഷം നല്ല രീതിയിൽ അപ് സൈഡിലോട്ടുള്ള ഒരു റാലി മാർക്കറ്റിന് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. മേ ബി ഇതിന്റെ ഒരു 50% റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇതിന്റെ 50% എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ നിന്ന് മാർക്കറ്റിന് വീഴാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് വാട്ട് ഐ എയിം, ഗോൾഡ് ഈസ് ഗോയിങ് അപ് സൈഡ്. സോ ഞാൻ എൻട്രീസ് പ്ലാൻ ചെയ്യുന്നത് അപ് സൈഡിലോട്ടാണ് കറന്റ്. സോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു അപ്സൈഡ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എന്തുള്ളത്, സ്വീപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ഒരു ലെഗില് 50% വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ശരി വേണോ, ഇതാണ് 50% റേഞ്ച്. സോ ഇവിടെ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 1 ഡേ 4 അവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. 4 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് വേറൊരു വ്യൂ കൂടി ഉണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. ഒരു ഡൗൺ സൈഡ് ആന്റിസിപ്പേഷൻ ആണ്. അതായത് വൈ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇതാണ് ലോ ടു ഹൈ. ഓക്കെ, ഇതിന്റെ 50%ഓളം മാർക്കറ്റ് വന്ന് ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ഹയർ ചാൻസസ് നമുക്ക് എന്തുണ്ട്, മാർക്കറ്റിലുണ്ട്. സോ അങ്ങനെ ഇരിക്കെ ഈ 50%ലോട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യത മുൻനിർത്തിയിട്ടാണ് നമ്മൾ എന്ത് ഡൗൺ സൈഡ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഡേ എടുത്ത എൻട്രി കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, അപ്സൈഡിലോട്ട് പോയി. സോ ഈ അപ്സൈഡ് പോകാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു സപ്ലൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് അതിനെ ഐ മീൻ ഇവിടെയാണ് മാർക്കറ്റ് ഫാൾ ചെയ്തത്. ഇത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും മാർക്കറ്റ് മേലെ പോയപ്പോൾ നമുക്കൊരു സാധ്യത കണ്ടു മേലോട്ട് പോകാനുള്ള. അപ്പൊ അങ്ങനെ ചെയ്തു ഇത് വരച്ച്. പക്ഷെ അതിനുശേഷം മാർക്കറ്റിന്റെ ഒരു ഫുൾ സ്ട്രക്ചർ ചെയ്തപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഡൗൺ സൈഡ് സ്ട്രക്ചർ കാണാൻ പറ്റി. സോ നമ്മളപ്പോൾ മാർക്കറ്റിന്റെ ആന്റിസിപ്പേഷൻ ചേഞ്ച് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് ആന്റിസിപ്പേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഈ ഒരു ഇനിയിപ്പോ നമുക്ക് മോസ്റ്റ്ലി എക്സ്പെക്റ്റഡ് വാട്ട് എന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു ഫാളാണ് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് ഈ റേഞ്ചിൽ നിന്നും മേ ബി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു റേഞ്ചിലോട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഈ ലോ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും രീതിയിൽ അതിനൊരു ആപ്റ്റ് ആയിട്ടുള്ളൊരു ഇത് നടക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. വൺ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളോ കിട്ടാത്തതുകൊണ്ട് നമുക്ക് സ്റ്റിൽ ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഏരിയ. നമുക്ക് 5 മിനിറ്റ്സിൽ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്സോ ഒന്നും തന്നെ നമുക്ക് പെൻഡിങ് ഇല്ല. സോ അതുകൊണ്ട് നമുക്കൊരു കണ്ണുമുട്ടി ട്രേഡ്സ് ഏതെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ കറക്റ്റ് സ്ട്രക്ചർ ക്ലീൻ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴെ മാർക്കറ്റ് എഗെയിൻ ഒരു സ്വീപ്പ് തരികയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡിലോട്ട് എൻട്രീസ്
അപ്പ് സൈഡിലോട്ട് എൻട്രീസ് പ്ലാൻ ചെയ്യാം. സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ, അതല്ല ബോഡി ക്ലോസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തിരിക്കാം. കാരണം ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? അതായത് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ക്വിക്കായിട്ട് മേലോട്ട് പോയി ഇവിടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നൽകിയിട്ടുണ്ട്. ആ ഷിഫ്റ്റിന് ശേഷമുള്ള ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് ക്ലീൻ ആയിട്ട് ഓർഡർ എടുത്തിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടും പോയിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്ത് നടന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ ഓർഡേഴ്സ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് താഴെ പോയി ബോഡി ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ അതിനർത്ഥം ഈ ഓർഡേഴ്സിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓർഡേഴ്സിനെ അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഓർഡേഴ്സ് ഈ ഒരു ഏരിയയിൽ നടന്നിട്ടുണ്ടാവണം എന്നുള്ള ഒരു വ്യൂ. സോ ഇൻ കേസ് മാർക്കറ്റ് ഗോയിങ് ഡൗൺ സൈഡ് ബോഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 50% റേഞ്ചിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് ചെക്ക് ചെയ്തിട്ട് എൻട്രീസ് പ്ലേസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇതുവരെ ടാർഗറ്റ് ചെയ്യാം സേഫർ ആയിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ വ്യൂ വരെ 50% വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഈ രീതിയിലായിരിക്കും എന്റെ എൻട്രീസ് ഉണ്ടാവുക. വലിയ ചെക്ക് ചെയ്യാം. ഇൻ കേസ് മേലെ പോവുകയാണെങ്കിൽ കുറച്ച് മേലോട്ട് പോയിക്കോട്ടെ. എൻട്രീസ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഇല്ല. 5 മിനിറ്റ്സിലെ ചെറിയൊരു ഇതുള്ളൂ, റിസ്ക് ഒരുപാട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് എനിക്ക് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മേ ബി വീണ്ടും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം, എൻട്രീസ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാം. ഗോൾഡിനെ സംബന്ധിച്ചോളം, യൂറോ യൂഎസ്ഡിനെ സംബന്ധിച്ചോളം അപ്പ് സൈഡ് നമുക്ക് വ്യൂ ഉണ്ട്. ഈ ഒരു ഇവിടെ 5 മിനിറ്റ്സിൽ ഒരുപാട് ഏരിയാസ് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ വൺസ് ഈ റേഞ്ച് അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് അപ്പ് സൈഡ് എടുക്കാം. അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് അത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോനെ പറ്റി. ഇന്നത്തെ മാർക്കറ്റിന്റെ വ്യൂ എന്നുള്ളത് നമ്മൾ ഏകദേശം ഇന്ന് ഏതെങ്കിലും എൻട്രീസ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻട്രീസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഈവനിങ് നമ്മൾ വരാം. അതർവൈസ് നമുക്ക് വേറെ ഇതൊന്നുമില്ല. താങ്ക് യു ഓൾ.